ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളാണ്. എന്താണ് ക്രിസ്മസ് ആഘോഷം എന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് ആഘോഷം വളരെ ചെറുതാണ് ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം കുറച്ചും കൂടി നല്ലതുപോലെയൊക്കെ ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. ഇപ്രാവശ്യം നമ്മളിത് നമ്മുടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്രീഷ്മയുടെ ദിയ ദിയ എന്നാണ് ദിയ കേക്കുണ്ട്. അപ്പോൾ ദിയയുടെ കേക്കാണ്. പിന്നെ ഗ്രീഷ്മ എന്ന് പറഞ്ഞാൽ തോന്നക്കലാണ്. ഞാൻ മുന്നേയും മേടിച്ചിട്ടുണ്ട്. ഇത് ഗിഫ്റ്റ് തന്നതാണ്, ക്രിസ്മസ് ഗിഫ്റ്റ്. ഇത് നമ്മുടെ പിന്നെ എന്താണ് 4 തരം വ്യത്യസ്തമായ ഫ്ലേവറുകളിലെ കേക്കാണിത്. പൈനാപ്പിള്, ബട്ടർ സ്കോച്ച്, ചോക്ലേറ്റ്, റെഡ് വെൽവെറ്റ്. അപ്പോൾ ഇത്രയും തരത്തിലുള്ള ഒരു ഓഫറായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഓഫറിൻ്റെ കേക്ക് മേടിക്കാമെന്ന്. അപ്പോൾ ആ ഓഫർ പ്രകാരമുള്ള 4 പേർക്ക്, ആദ്യം ഓർഡർ ചെയ്യുന്ന 4 പേർക്കായിരുന്നു ഈ കേക്ക് കൊടുക്കുന്നത്. അപ്പോൾ 4 പേർക്ക്. അത് കഴിഞ്ഞിട്ട് ഓഫറുകളുണ്ട്. പിന്നെ ഞാൻ അത് ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും പറയുന്നത്. ആറ്റിങ്ങൽ, തോന്നയ്ക്കൽ ഭാഗങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്. മംഗലപുരമൊക്കെ ഉള്ള ആൾക്കാർ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, ഒന്ന് ഗ്രീഷ്മയുടെ ഒന്ന് ഓർഡർ ചെയ്യണം. ഞാൻ നമ്പരൊക്കെ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് മുറിക്കുകയാണ്. മാമിക്കൊക്കെ പോവാറായി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കേക്ക് മുറിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ അനുഗ്രഹാശിസ്സുകളോടെ മാമിക്ക് പോണം. അയ്യോ എൻ്റെ പൊന്നോ, കേക്കിൻ്റെ ഓക്കെ വരൂ 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 വരൂ. ആ കഴിഞ്ഞു കഴിഞ്ഞു. ശകലടിച്ചാണ്. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് പറയാം. ഇനി അടുത്ത ആളിന് തിന്നോ. ഇനി അടുത്ത ആൾ വരൂ. ഇനി അടുത്ത ഫ്ലേവറിൽ നിന്നാണ് മുറിക്കുന്നത്. ക്രീമൊക്കെ വന്ന് ഞാൻ ചെറുതായിട്ട് ഇവിടെ എടുക്കുന്നുള്ളൂ. ഇവിടെ കേക്ക് ആവശ്യമുള്ള ആൾക്കാർ വേറെയുണ്ട്, അവരാണ് കേക്ക് മുറിക്കാൻ. ഇത് ഹാപ്പി ക്രിസ്മസ്, ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ നടന്ന കാര്യമില്ല. അടുത്ത് നമുക്ക് അയ്യോ പ്ലം കേക്ക് ഇത് വെച്ച് മുറിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട കുട്ടി ഗിഫ്റ്റായിരുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ച് ഞാൻ തന്നെ കഴിക്കണേ. എനിക്കിതാണ് ഇഷ്ടം, പ്ലം കേക്കാണ് ഇഷ്ടം എനിക്ക്. പൊളി. താങ്ക് യു മൈ ഡിയർ ജിഷ്മ. നിങ്ങളെല്ലാവരും മുറിച്ച് കഴിക്കും. നല്ല. ഇനി വൈൻ വേണ്ടേ? ഇതാണ് ക്രിസ്മസിന് കേക്ക്, വൈൻ, പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് നക്ഷത്രമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്വന്തം വീടാവട്ടെ, അപ്പോൾ ക്രിസ്മസ് കുറിക്കാമെന്ന് വിചാരിക്കുന്നു. സ്വന്തം വീടില്ലാത്തതുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല തിരക്കാണ്, ജോലി എല്ലാം. ഞാൻ കുടിക്കട്ടെ. മുന്തിരി ജ്യൂസിൽ നിർത്തി, വൈനില്ല കേട്ടോ, മുന്തിരി ജ്യൂസിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ക്രിസ്മസ്. കാക്കച്ചിക്ക് നല്ല ഓട്ടത്തിലാണ്, ഇവിടെ എങ്ങുമില്ല. അപ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ കൊച്ചുങ്ങൾക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. അവർക്ക് വേണ്ടി നമ്മൾ ക്രിസ്മസ് ഒന്നും ആഘോഷിക്കാനായിട്ടൊന്നും ഇരുന്നില്ല, കൊച്ചുങ്ങൾക്ക് വേണ്ടിയാണ് മേടിച്ചത്. അപ്പോൾ നമ്മൾ കഴിക്കാൻ എൻ്റെ പൊന്നിയുടെ വീട്ടിൽ എടുക്കാൻ സമ്മതിക്കത്തില്ല. മാമിക്ക് ബസ് വരാറായി, മാമി പോകാതിരിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്മ നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഇവിടെ കേക്ക് മുറിക്കാൻ ഓടാണ്, മാമിക്ക് ബസ് വരാറായതുകൊണ്ടാണ്. ക്രിസ്മസ് ആശംസകൾ. ഇനി ന്യൂ ഇയറിന് വേറെ കേക്കുമായി അപ്പോൾ കാണാം. ഇപ്രാവശ്യം ക്രിസ്മസ് അങ്ങനെ ആഘോഷിക്കണം എന്നൊന്നും പറ്റുന്ന സാഹചര്യങ്ങളും ഒന്നുമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ മക്കൾക്ക് ഭയങ്കര കേക്കിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗ്രീഷ്മ ഇങ്ങനെ സ്റ്റാറ്റസ് വെച്ച് കണ്ടപ്പോൾ തന്നെ ഗ്രീഷ്മയോട് പറഞ്ഞു, ഗ്രീഷ്മ എനിക്ക് തരണം, കുറച്ച് അധികം ദൂരമാണ് കുട്ടി ഉള്ളത്. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു തരണമെന്ന്. പക്ഷേ പാവം എത്തിച്ചേരാൻ ചേച്ചി എന്ന് പറഞ്ഞു. ആറ്റിങ്ങൽ വരെ കൊണ്ടു തന്നു. അപ്പോൾ തോന്നയ്ക്കൽ, കഴക്കൂട്ടം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പറ്റുന്നവർ വാങ്ങിക്കണം കേട്ടോ. ഈ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? ഇത് എൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഒരു രംഗമാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് മെമ്മറി വന്നപ്പോൾ ഞാൻ അതും കൂടി ചേർത്തതാണ്. മന്തിയാണ് കഴിച്ചത്. അപ്പോൾ എനിക്ക് ഫുഡിൻ്റെ ഒന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതും കൂടെ ഇതിൽ അപ്ലോഡ് ചേർക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മന്തി എനിക്ക് ഫേവറേറ്റാണ്. പക്ഷേ മന്തിയൊന്നും വാങ്ങിയില്ല. നമുക്ക് അങ്ങനെയൊന്നും ഈ പ്രാവശ്യം വേണ്ട എന്ന് വിചാരിച്ചു. നമുക്ക് അടുത്ത വർഷമെങ്കിലും ദൈവം അനുഗ്രഹിച്ച് സ്വന്തമായൊരു ഇടം ഉണ്ടാവട്ടെ. അപ്പോഴത്തേക്കും എല്ലാം പറ്റുന്നതൊക്കെ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് കരുതുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ മന്തി, പിന്നെ അമ്മച്ചിക്ക് ചോറ് ഒക്കെ വാങ്ങിയായിരുന്നു കേട്ടോ. നിർബന്ധമായിട്ടും അന്ന് നമ്മൾ ചെയ്തതാണ്. അത് നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് തോന്നി. കാരണം നമുക്ക് ഇത്രയും തിരക്കില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നല്ല തിരക്കാണ്. നാളെ നമുക്ക്
ഒരു എക്സിബിഷൻ ഉണ്ട്. കൊല്ലത്ത് ചിന്നക്കടയിലാണുള്ളത്. ചിന്നക്കടയിലെ ഫൈൻ ആർട്സ് സൊസൈറ്റി അവിടെ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങളുടെ എക്സിബിഷൻ. നബാർഡിൻ്റെ ഓർഗനൈസേഷനിലെ ഉണർവ് എന്ന പേരിൽ. അപ്പോൾ ഒരുപാട് വിഭവങ്ങളുമായി പല സംരംഭകരും അവിടെയുണ്ട്. നൈമിത്രയും ഉണ്ടാവും, ഞങ്ങളും ഉണ്ടാവും, ദൈവം അനുഗ്രഹിച്ചാൽ. അപ്പോൾ കൊല്ലം ഭാഗത്തു നിന്നൊക്കെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വരണം എന്നാണ് പറയാനുള്ളത്. വന്ന് സഹകരിക്കണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല മന്തിയാണ്. ഞങ്ങൾ അൽഹാജയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതാണ് കേട്ടോ. നല്ല മന്തിയായിരുന്നു, കൊള്ളായിരുന്നു. എനിക്ക് മന്തി ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം യാത്രയിൽ കണ്ടതാണ്. വൈകുന്നേരങ്ങളിൽ യുവത ഈ മന്തിക്കടകളിലാണ് കേട്ടോ. അപ്പോൾ മാസത്തിലൊരിക്കലൊക്കെ ആവാം, എന്നൊന്നും ആയിക്കൂടാന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാ മന്തി പ്രേമികൾക്കും ഇത് സമർപ്പിക്കുന്ന ഒരുപാട് ഇഷ്ടത്തോടെ തീറ്റ.